4ാം ക്ലാസ്സിലെ പഠനത്തോടൊപ്പം ഫാൻസി ആഭരണ നിർമ്മാണത്തിലൂടെ സ്വന്തമായി വരുമാനം നേടുകയാണ് തൃശൂർ അരിമ്പൂർ സ്വദേശിയായ ശ്രീപദ്. ഡൗൺ സിൻഡ്രോം എന്ന അസുഖത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിൽക്കുമ്പോഴും തന്റെ കലാഭിരുചികളിലൂടെ അതിരുകളില്ലാത്ത ആനന്ദം കണ്ടെത്തുകയാണ് ഈ 11 വയസ്സുകാരൻ. ശ്രീപദ് നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് കേരളത്തിന് പുറത്തും ആവശ്യക്കാരുണ്ട്. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിലാണ് ശ്രീപദ് പഠിക്കുന്നത്. ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിലും മുടങ്ങാതെ സ്കൂളിലെത്തുന്ന ശ്രീപദ് മറ്റ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പ്രിയപ്പെട്ടവനാണ്. സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ നീന്തൽ പരിശീലനത്തിനും ശ്രീപദ് സമയം കണ്ടെത്തുന്നു. യോഗയും സിനിമാറ്റിക് ഡാൻസും അഭ്യസിക്കുന്നുമുണ്ട്. കൂടാതെ ദിവസവും 1 മണിക്കൂറോളം ആഭരണ നിർമ്മാണവും. വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുകൾ ക്രമപ്പെടുത്തി കലാപരമായി നൂലിഴകളിൽ കോർത്ത് ഭംഗിയുള്ള മുത്തുമാലകൾ ശ്രീപദ് നിർമ്മിക്കും. ശ്രീപദിന്റെ അമ്മ നീതുവാണ് എല്ലാ കാര്യങ്ങൾക്കും സഹായമായി കൂടെയുള്ളത്. നിർമ്മിച്ച വസ്തുക്കൾ ഭംഗിയായി പാക്ക് ചെയ്യുവാനും വിപണനം നടത്തുവാനും അമ്മയാണ് സഹായത്തിനുള്ളത്. ശ്രീപദ് ലവ് ബാൻഡ് എന്ന ബ്രാൻഡിലാണ് വിൽപ്പന. തൃശൂർ നഗരത്തിലെ ഏതാനും കടകളിലും ഗോവയിലും ഓൺലൈനുമായും ശ്രീപദ് നിർമ്മിക്കുന്ന ഫാൻസി ആഭരണങ്ങൾ പെട്ടെന്ന് വിറ്റഴിയുന്നു. അവന്റെ പഠനത്തോടൊപ്പം തന്നെ അവന്റെ സിറ്റിംഗ് ടോളറൻസ്, അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇതുപോലെയുള്ള ഹാൻഡ് ബാൻഡ്സുകൾ ഉണ്ടാക്കി തുടങ്ങിയത്. അതിന് ഒരു നല്ലൊരു വരുമാനം അവനിപ്പോൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എക്സിബിഷൻസിൽ പോവുക, അത്രയും നേരം ക്ഷമയോടുകൂടി ഇരിക്കുക, അതൊക്കെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. എക്സിബിഷനുകളിൽ സ്റ്റാളുകളിട്ടും ശ്രീപദ് തന്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുണ്ട്. ശ്രീപദിന് പ്രോത്സാഹനമായിട്ടുള്ളത് മാതാപിതാക്കളായ ശ്രീനിതും നീതുവും സഹോദരൻ LKG വിദ്യാർത്ഥി ശ്രീയാനും മുത്തശ്ശി ശാന്തകുമാരിയുമാണ്. വിൽപ്പനയിലൂടെ തനിക്കു കിട്ടിയ വരുമാനം താൻ പഠിക്കുന്ന സ്കൂളിലെ PTA ഫണ്ടിലേക്കും ശ്രീപദ് നൽകുന്നുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ടോപ് 10 പൂർണ്ണമാകുന്നു.